തിരികെ ചർച്ചയിലേക്ക്. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ ഇപ്പോൾ വരവ് 1.18 ലക്ഷം കോടി, ചെലവ് 1.84 ലക്ഷം, അതുപോലെ തന്നെ കോടി 3 വർഷം കൊണ്ട് 3 ലക്ഷം കോടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ അധിക വിഭവ സമാഹരണം അത് എന്താണ് അതിനുള്ള മാർഗം എന്നുള്ളതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭൂമിയുടെ ന്യായവില, അതുപോലെ കോടതി ഫീസ്, മദ്യവുമായി ബന്ധപ്പെട്ടത് കമ്പനികൾ ലാഭത്തിൽ നൽകേണ്ടുന്ന ഒരു വിഹിതം ഉയർത്തുന്നു, അങ്ങനെയൊക്കെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലേക്ക് ഇതിൽ അധിക വിഭവ സമാഹരണത്തിന് നീക്കമുണ്ട്? താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് അനുജ, ആദ്യം തന്നെ എൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ വന്നിരിക്കുന്ന ചർച്ചക്കാരിൽ എല്ലാവരിലും സീനിയറാണ് ഞാൻ. ആ സീനിയോറിറ്റിയുടെ മെറിറ്റെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഈ 4ാം സ്ഥാനത്തേക്ക് എന്നെ തഴയുകയില്ലായിരുന്നു. സാധാരണ നല്ല ചാനൽസ് ഒന്നും തന്നെ അങ്ങനെ തഴയാറില്ല താനും. എങ്കിലും അനുജ ഒരു വനിതയായതുകൊണ്ട്, അനുജയുടെ സ്ഥാനത്ത് ഒരു പുരുഷനാണ് ആങ്കറായിട്ടിരുന്നെങ്കിൽ ഞാൻ അല്ല ഡോക്ടർ മേരി ജോർജ്, നമ്മൾ ഇതിനു മുൻപ് പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു വനിതയായതുകൊണ്ട് നമ്മൾ ഇതിനു മുൻപ് പല ചർച്ചകളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇതിൽ ഞാനിതൊരു രാഷ്ട്രീയം എന്ന തരത്തിലേക്ക് ഇത്തവണത്തെ ഒന്ന് കേൾക്കൂ ഡോക്ടർ മേരി ജോർജ്. ഇത്തവണത്തെ ബജറ്റിൽ രാഷ്ട്രീയമായി ഒട്ടേറെ പരാമർശങ്ങൾ, അതൊരു രാഷ്ട്രീയ പ്രസംഗം ആയി മാറിയിട്ടുണ്ട് എന്ന വിമർശനം കൂടി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ രാഷ്ട്രീയ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരിൽ നിന്ന് ഈ ചർച്ച തുടങ്ങിയത്. താങ്കൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ശരി, അത് അനുജ പറഞ്ഞത് പരമാർത്ഥമാണ്. അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല. അവർ 3 പേരും താങ്കളുടെ സീനിയോറിറ്റിയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. താങ്കളെ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ചർച്ചയിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. ശരി, അതെ. അപ്പോൾ അനുജ, ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാതെ മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ അവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ, അതിനോട് ശക്തമായ വിയോജിപ്പ് എനിക്കുണ്ട്. എന്ന് വെച്ച് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നില്ല. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എന്ന് പറയുന്നതിൻ്റെ 25% കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ്. പക്ഷേ ബാക്കി 75% സംസ്ഥാനത്തിൻ്റെ സ്വയംകൃതാനർത്ഥമാണ്. അപ്പോൾ പിന്നെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതായത് ബജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ മിസ്റ്റർ ബാലഗോപാൽ പറയുകയുണ്ടായി, തകർക്കാൻ ശ്രമിച്ചാലും. അപ്പോൾ ആരൊക്കെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്. പിന്നെ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിനെതിരെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 75% അങ്ങനെയൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന നിലയിൽ ഈ തരത്തിലേക്ക് ഇപ്പോൾ ഇന്ന് ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞ, അദ്ദേഹം ഉപയോഗിച്ച വാചകം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധം തീർത്തിരിക്കുകയാണ് കേന്ദ്രം എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് ഇതിനു മുൻപൊന്നും നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ല എന്നാണ് നമ്മുടെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അത് വാസ്തവ വിരുദ്ധമാണോ എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അത് വാസ്തവ വിരുദ്ധമാണ്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിലാണല്ലോ ഇവരുടെ കേസ് ഇരിക്കുന്നത്. ആ കേസിൻ്റെ വിധി വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞത് പൊള്ളയായ ഒരു വായ്ത്താരി മാത്രമാണ്. വളരെ കാലമായി കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് സംസ്ഥാനം ധൂർത്തും അഴിമതിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ എൻ്റെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ബജറ്റിനെ പറ്റിയുള്ള ചർച്ചയായതുകൊണ്ട് ഞാൻ ബജറ്റിലേക്ക് പോവുകയാണ്. പക്ഷേ കുഞ്ഞിക്കണ്ണനോട് ഞാൻ തീർത്തും നിസ്സഹകരണത്തിലാണ്. മറിച്ച് മറ്റു 2 പേരും പറഞ്ഞത്, അതായത് ജ്യോതി, അതായത് അദ്ദേഹം ആദ്യം സംസാരിച്ച കോൺഗ്രസിൻ്റെ വക്താവ്, അദ്ദേഹം പറഞ്ഞത് അതായത് സംസ്ഥാനത്തിൻ്റെ കുഴപ്പം തന്നെ എന്നാണ്. അതുപോലെ തന്നെ അതിനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടല്ല ഞാൻ അംഗീകരിക്കുന്നത്. എനിക്ക് 101% എൻ്റെ കയ്യിൽ അതിന് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ടാണ്, അതായത് കേന്ദ്രത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കർണാടകത്തിലും പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ധനപ്രതിസന്ധി ഇല്ല? ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ കടം GSDP റേഷ്യോ അനുസരിച്ചുള്ള കണക്കനുസരിച്ച് വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, കേരളം ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് GSDPയുടെ 29% നിജപ്പെടുത്തണം എന്ന് പറയുന്ന സഞ്ചിത കടം
35% മുകളിൽ പോയിരിക്കുന്നത്. നമ്മുടെ ബജറ്റ് എടുത്തു നോക്കി, കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എടുത്തു നോക്കിയാൽ അറിയാം അത് 36.05% ആണെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള 40,000 കോടി കൂടി കൂട്ടിച്ചേർക്കുമ്പോഴുള്ള പേഴ്സൻറ്റേജ് എത്രയായിരിക്കുമെന്ന് അനുജ ആലോചിച്ചാൽ മതി. മിസ്റ്റർ കുഞ്ഞിക്കണ്ണനും അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് വേണം കേന്ദ്രത്തെ തല്ലാൻ. വെറുതെ കേന്ദ്രത്തെ കിട്ടിയ വടി കൊണ്ട് അടിച്ചു കളയാം എന്ന് വിചാരിക്കരുത്. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ ഗവൺമെൻറ്റാണ്, നമ്മുടെ എല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. ആ ഒരു പരിഗണന വെച്ച് എപ്പോഴും വെറുതെ കേന്ദ്രത്തെ തല്ലാനും ഒക്കെ പോകാവൂ. അപ്പോൾ ഇനി എന്നോട് അനൂജ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കൃത്യമായിട്ട് വരികയാണ്. ചോദ്യത്തിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ, അതായത് എങ്ങനെയാണ് വിഭവ സമാഹരണം, അതായത് വിഭവ സമാഹരണത്തിനുള്ള സാധ്യത അധികവും ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ തന്നെ തീർത്തിരുന്നു. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ 2 രൂപ സെസ് വെച്ചു, അത് സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞു. അതുപോലെ മദ്യത്തിൻ്റെ നികുതി വളരെയധികം ഉയർത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങും, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മദ്യനികുതിയുള്ള സംസ്ഥാനമായി തീർന്നു കേരളം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ മദ്യപന്മാർ അടുത്ത സംസ്ഥാനത്ത്, അതായത് മയ്യഴിയിൽ പോയവരുണ്ട്, അതുപോലെ മറ്റ് കർണാടകത്തിലേക്ക് ഷിമോഗ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒക്കെ പോയവരുണ്ട്. അവിടെയൊക്കെ പോയി ലാർജ് സ്കെയിലായിട്ട് വാഹനങ്ങൾ പിടിച്ചുപോയി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കും വിറ്റ് അവർ പണക്കാരാവുകയാണ് ഇങ്ങനെ പോകുന്നവർ. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ടാക്സ് കാസ്കേഡിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെ വില താരതമ്യേന വളരെ ഉയർന്നിരിക്കുക, അയൽ സംസ്ഥാനങ്ങളിൽ കുറഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ ഡിമാൻഡ് അങ്ങോട്ട് പോവുക, അതാണ് ടാക്സ് കാസ്കേഡിങ്. ആ അബദ്ധം കഴിഞ്ഞ ബജറ്റിൽ മിസ്റ്റർ ബാലഗോപാൽ വരുത്തി വച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യം വീണ്ടും മദ്യത്തിൻ്റെ വില കൂട്ടിയെന്ന്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ചിരിക്കാതെ ഇരിക്കാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഒരു മിഡ് ഇയറോട് കൂടി നമ്മൾ കേട്ടതാണ് മദ്യം എന്താ പറയുക ഡിസ്കൗണ്ട് സെയിലിന് വെച്ചിരിക്കുന്നു എന്ന്. അതാണ് അവസ്ഥ. അപ്പം മദ്യത്തിൽ നിന്ന് വലിയ വരുമാന സമാഹരണം സാധ്യമല്ല. പക്ഷേ അദ്ദേഹം കൈവച്ച ഒരു മേഖല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയുണ്ട്, അതായത് ആധാരമെഴുത്ത്. അനൂജയ്ക്ക് അറിയാമോ, ആധാരമെഴുത്തുകാര്, ഭൂമാഫിയ, രജിസ്ട്രേഷൻ മാഫിയ, അതായത് ഞാൻ ഡോക്ടർ മേരി ജോർജിലേക്ക്